ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് മെറ്റീരിയൽസ് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അതിനുവേണ്ടി ഒരുങ്ങി ഇറങ്ങിയേക്കുക. ഇവിടുന്ന് നേരെ ബ്രോഡ്വേയിലോട്ടാണ്. ബ്രോഡ്വേയിൽ ആദ്യത്തെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിലാണ്. ഒരു മാമോദിസ സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് അൽക്കുലത്തെ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് ഈ ഷോപ്പിൽ. അപ്പോൾ അതെല്ലാം മേടിച്ച് നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. അടുത്തത് ബ്രോഡ്വേ തന്നെയുള്ള മേത്തർ ബസാറിലുള്ള ഷോപ്പാണിത്. എന്ത് രസമാണെന്നറിയോ അവിടുത്തെ ഓരോ സാധനങ്ങൾ. ഈ ഫ്ലവറൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ബാസ്ക്കറ്റുകളാണ്. വെഡ്ഡിങ്ങിലേക്കും ബാപ്റ്റിസത്തിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള ബാസ്ക്കറ്റുകളാണ്. അതെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നമുക്കിപ്പോൾ ആവശ്യമില്ലെങ്കിൽ കൂടി ഈ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിച്ചിട്ട് വരാൻ തോന്നും. അത്രയ്ക്ക് ഭംഗിയാണ് ഓരോ സാധനങ്ങൾ. ഞാനപ്പോൾ ആദ്യത്തെ ഷോപ്പിൽ കയറി ഒരു ക്യാൻഡിൽ വാങ്ങിച്ചിരുന്നു. അപ്പോൾ ആ സെയിം സാധനം ഈ ഷോപ്പിൽ വന്നപ്പം അതിനേക്കാൾ റേറ്റ് കുറവ്. പിന്നെ അത് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പിന്നെ ഇനി ഇപ്പോൾ ഒന്നും തിരിച്ചു കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. ഈ ഫ്ലവറൊക്കെ നോക്കിയാൽ എന്ത് രസമാണെന്നറിയോ. അങ്ങനെ കുറേ സാധനങ്ങൾ വെറുതെ നോക്കി നടന്നതിന് എൻ്റെ കുറേ സമയം പോയി. അപ്പോൾ അവിടെ നിന്ന് ആവശ്യമുള്ള സാധനം മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി നേരെ രാധാകൃഷ്ണയിലോട്ടാണ് പോയത്. അവിടെ നമുക്ക് അധികമൊന്നും കിട്ടിയിട്ടില്ല. ഒരു ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ അതും മേടിച്ചിട്ട് ബ്രോഡ്വേ തന്നെയുള്ള പരാഗിലോട്ട് പോയി. പരാഗിൽ നിന്ന് കുറച്ചധികം മെറ്റീരിയൽസ് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ, ഓണത്തിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം എടുത്തങ്ങ് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വിശക്കാൻ തുടങ്ങി. ഞാൻ ഉച്ചയ്ക്ക് മുന്നേ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്, അതുകൊണ്ടൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ അന്നപൂർണ്ണയിൽ കയറി ഒരു നെയ്റോസ്റ്റ് അങ്ങ് ഓർഡർ ചെയ്തു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് തന്നെ കയറി ഫുഡ് കഴിക്കാൻ പോണതാണ്. ഇവിടുത്തെ നെയ്റോസ്റ്റും മുളക് ബജിയും അടിപൊളിയാണ്. പിന്നെ ഒരു കാര്യം, എൻ്റെ ഈ വീഡിയോയിൽ ഇട്ട വെപ്പ് ഇച്ചിരി കൂടുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പരമാവധി അത് വരാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ.